प्यारे दोस्तों, आप सभी को मेरा स्वागत. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഈ ലേണിംഗ് ഹിന്ദിയുടെ പുതിയ ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം. आज हम पढ़ेंगे 8वीं कक्षा के हिंदी पाठभाग बात उस मंगलवार की. यह पाठभाग एक डायरी है जिसको डॉक्टर रमणी अटकुरी ने लिखा है. दोस्तों, रमणी अटकुरी एक सामुदायिक स्वास्थ्य चिकित्सक है. डॉक्टर रमणी अटकुरी എഴുതിയ ബാത്ത് ഉസ് മംഗൾവാർ കി എന്ന 8ാം ക്ലാസ്സിലെ ഹിന്ദി പാഠഭാഗമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. डॉक्टर रमणी अटकुरी सामुदायिक स्वास्थ्य चिकित्सक है. ഡോക്ടർ രമണി അട്കുരി കമ്മ്യൂണിറ്റി മെഡിസിൻ ഫിസിഷ്യനാണ്. സാമുദായിക ആരോഗ്യ പ്രവർത്തക അല്ലെങ്കിൽ ചികിത്സകയാണ് ഡോക്ടർ രമണി അട്കുരി. സാമുദായിക് ചികിത്സാമേം സ്നാതകോത്തർ ഉപാധി ഹെ. കമ്മ്യൂണിറ്റി മെഡിസിനിൽ അവർക്ക് സ്നാതകോത്തർ ഉപാധിയുണ്ട്, അല്ലെങ്കിൽ മാസ്റ്റർ ഡിഗ്രി ഉണ്ട്, MD. उड़ीसा, मध्य प्रदेश और छत्तीसगढ़ के आदिवासी इलाकों में प्राथमिक स्वास्थ्य में पिछले 20 सालों से कार्यरत है. उड़ीसा, मध्य प्रदेश, छत्तीसगढ़ എന്നീ സംസ്ഥാനങ്ങളിലെ ആദിവാസി ഇലാക്കോമേ, ആദിവാസി പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ ഗോത്രവർഗങ്ങൾ കൂടുതലായി താമസിക്കുന്ന പ്രദേശങ്ങളിലാണ് അവർ പ്രാഥമിക് സ്വാസ്ഥ്യമേം, പ്രാഥമിക ആരോഗ്യം, പ്രൈമറി ഹെൽത്ത്, പ്രാഥമിക ആരോഗ്യത്തിൽ പിछले 20 सालों से कार्यरत है. കഴിഞ്ഞ 20 വർഷങ്ങളായിട്ട് ഈ മേഖലകളിലെ പ്രാഥമിക ആരോഗ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഡോക്ടറാണ് രമണി അട്കുരി. മനസ്സിലാവുമല്ലോ. സ്വാസ്ഥ്യ കാര്യകർത്താവും അതുപോലെ തന്നെ ആരോഗ്യ പ്രവർത്തകർ ദായിയും എന്ന് പറഞ്ഞാൽ ആരാണ്? ഫാർമസിസ്റ്റ് എന്ന് പറയും. സ്വാസ്ഥ്യ കാര്യകർത്താവും ദായിയും ആരോഗ്യ പ്രവർത്തകർ, ഫാർമസിസ്റ്റുകൾ, നഴ്സുമാർക്കും പ്രശിക്ഷൺ ഭി ദേത്തി ഹെ. അവർ പ്രശിക്ഷൺ ദേത്തി ഹെ. പ്രശിക്ഷൺ ദേന ട്രെയിനിങ് കൊടുക്കുക. മനസ്സിലാവുമല്ലോ. അതായത് ആരോഗ്യ പ്രവർത്തകർക്കും ഫാർമസിസ്റ്റുകൾക്കും നഴ്സുമാർക്കും വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്ങും അവർ കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ സാമുദായിക ആരോഗ്യ രംഗത്ത് വളരെ സ്തുത്യർഹമായ സേവനം അനുഷ്ഠിക്കുന്ന വനിതയാണ്, ഡോക്ടറാണ് ഡോക്ടർ രമണി അട്കുരി. അവരെഴുതിയ ഒരു ഡയറിയാണ് നമ്മളിനി പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ആ ഡയറി ഒന്ന് വായിച്ചു നോക്കാം അല്ലേ. ആജ് मंगलवार है और मैं अजान कमार अभयारण्य छत्तीसगढ़ में बसे बागमनी गाँव में हूँ. നോക്കൂ, ആജ് मंगलवार है, ഇന്ന് ചൊവ്വാഴ്ചയാണ്. മേ അജാൻ കമാർ അഭയാരണ്യ, ഛത്തീസ്ഗഡിലുള്ള ഒരു റിസർവ് ഫോറസ്റ്റ് ആണ് അജാൻ കമാർ എന്ന് പറയുന്നത്. ഇതൊരു ടൈഗർ റിസർവാണ്, കടുവാ സങ്കേതമാണ്. അജാൻ കമാൻ റിസർവ് ഫോറസ്റ്റിലുള്ള ബാഗ്മനി ഗാവ് മേഹും, ഏത് ഗ്രാമത്തിലാണ്? ബാഗ്മനി എന്ന ഗ്രാമത്തിലാണ് ഇന്ന് ഞാനുള്ളത്. ആരാണ്? ഡോക്ടർ രമണി അട്കുരി. ഇന്ന് എവിടേക്കാണ് പോകുന്നത്? അതെ, ഛത്തീസ്ഗഡിലെ അജാൻ കമാർ അഭയാരണ്യത്തിലുള്ള റിസർവ് ഫോറസ്റ്റിലുള്ള ബാഗ്മനി എന്ന വില്ലേജിലേക്കാണ് അവർ പോകുന്നത്. അപ്പനെ 5 സാഥിയോं के साथ 65 കിലോമീറ്റർ ചൽക്കർ മേ യഹാ പഹുഞ്ച്. എൻ്റെ 5 കൂട്ടുകാർക്കൊപ്പം 5 സാഥിയോं के साथ 5 അസിസ്റ്റൻസിനൊപ്പം 65 കിലോമീറ്റർ ചൽക്കർ 65 കിലോമീറ്ററോളം നടന്നാണ് മേ യഹാ പഹുഞ്ച് അവർ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഡോക്ടർ രമണി അട്കുരിയും അദ്ദേഹത്തിൻ്റെ സംഘവും ഈ ബാഗ്മനി ഗ്രാമത്തിൽ എത്തിച്ചേരുന്നതിന് വേണ്ടി ഏകദേശം 65 കിലോമീറ്റർ ദൂരമാണ് നടന്നിട്ടുണ്ടാവുക. 65 കിലോമീറ്റർ ചൽക്കർ, 65 കിലോമീറ്റർ നടന്നാണ് അവർ എവിടെ എത്തിയിട്ടുള്ളത്? ബാഗ്മനി എന്ന് പറയുന്ന ഈ ഗ്രാമത്തിൽ എത്തിയിട്ടുള്ളത്. യഹാ ഹം ഹഫ്തേ മേം ഏക് ദിൻ ക്ലിനിക് ചലാത്തേ ഹെ. ഇവിടെ ഞങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസം, ഹഫ്തേ മേം ഏക് ദിൻ, ഒരു ദിവസം ക്ലിനിക്ക് നടത്തും. ബാഗ്മനി ഗ്രാമത്തിലുള്ള ആദിവാസികളുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാണ് ഡോക്ടർ രമണിയും അവരുടെ സംഘവും കാട്ടിലൂടെ 65 കിലോമീറ്ററോളം നടന്ന് ഈ ഗ്രാമത്തിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. എല്ലാ ആഴ്ചയിലും ചൊവ്വാഴ്ച ദിവസം അജാൻ കമാർ അഭയാരണ്യത്തിലുള്ള ബാഗ്മനി എന്ന ഗ്രാമത്തിലേക്ക് ഡോക്ടർ രമണി അട്കുരിയും അവരുടെ സംഘവും ഇവിടുത്തെ ഗ്രാമങ്ങളിലെ ആദിവാസികളെ ചികിത്സിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ക്ലിനിക്ക് നടത്തുന്നു. മനസ്സിലാകുമല്ലോ. അടുത്ത നോക്കൂ. അജാൻ കമാർ കെ സുന്ദർ ഘനെ ജംഗലോं से गुजरते हुए कई झरने नाले पार करके हम यहाँ पहुँचे हैं.
ഇവിടെ എത്തിച്ചേരുന്നതിൽ ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിക്കേണ്ടി വരുന്നുണ്ട് ഡോക്ടറിനും സംഘത്തിനും. നോക്കൂ, അജാൻ കമാർ കെ സുന്ദർ ഘനേ ജംഗലോസെ, അജാൻ കമാറിലുള്ള മനോഹരമായ ഇടതൂർന്ന കാടുകളിലൂടെ, ഘനേ ജംഗലോസെ ഇടതൂർന്ന കാട്, തിക് ഫോറസ്റ്റിലൂടെ, ഗുസർത്തെ ഹുയെ കടന്ന്, കൈ ഛർണേ നാലെ പാർ കർക്കെ ഒരുപാട് അരുവികളും തോടുകളും, ഛർണേ നാലെ അരുവികളും തോടുകളും, പാർ കർക്കെ മുറിച്ചു കടന്ന്, ഹം യഹാം പഹൂഞ്ചേ ഹെ ഞങ്ങളിവിടെ എത്തിച്ചേർന്നു. അപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടിയാണ് അവർ അജാൻ കമാറിലുള്ള ഈ ഗ്രാമത്തിലേക്ക് എത്തിച്ചേരുന്നത്. നോക്കൂ, ബർസാത്ത് കാ മൗസം മണിയാറി നദി മേം പൂരാ പാനി ഔർ നദി പർ പുൽ നഹീം. ബർസാത്ത് കാ മൗസം മഴ സമയം, മണിയാറി നദി ഈ അഭയാരണ്യത്തിലൂടെ, ഈ റിസർവ് ഫോറസ്റ്റിലൂടെ ഒഴുകുന്ന നദിയാണ് മണിയാറി നദി. മുംഗേലി എന്ന ജില്ലയിലെ സിഹാവൻ എന്ന സ്ഥലത്ത് നിന്നാണ് മണിയാറി നദി ഉത്ഭവിക്കുന്നത്. അതിനുശേഷം 134 കിലോമീറ്ററുകളോളം ഒഴുകി ശിവനാഥ് നദിയിൽ എത്തിച്ചേരുന്ന നദിയാണ് ഇത് മണിയാറി നദി. അപ്പോൾ നോക്കൂ, ബർസാത്ത് കാ മൗസം മഴ സമയത്ത് മണിയാറി നദിയിൽ പൂരാ പാനി മുഴുവൻ ജലം, അതായത് മണിയാറി നദി നിറഞ്ഞൊഴുകുന്നു. നദി പർ പുൽനഹീം, ആ നദിയിൽ എന്തില്ല? പുൽനഹീം, പാലമില്ല. അപ്പോൾ മണിയാറി നദി നിറഞ്ഞൊഴുകുകയാണ്, ആ നദി കടക്കുന്നതിന് വേണ്ടിയിട്ട് പാലവും ഇല്ല. മനസ്സിലാവുമല്ലോ. ഹംനെ ജീപ്പ് കോ ഇസ് പാർ ഖടാ കർ കിയാ, ഹംനെ ജീപ്പ് കോ ഇസ് പാർ ഖടാ കിയ, ഞങ്ങൾ ജീപ്പ് നദിയുടെ മറുവശത്ത് നിർത്തിയിട്ടു. ഡോക്ടർ രമണി അഡ്കൂരിയും അവരുടെ സംഘവും വന്ന ജീപ്പ് അവർ നദിയുടെ ഒരു വശത്തായിട്ട് നിർത്തിയിട്ടു. അതിനുശേഷം അവരുടെ രജിസ്റ്റർ ഉപകരണം, ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് അവർ കൊണ്ടുവന്ന ഉപകരണങ്ങൾ വഗൈര എക്സെട്ര മുതലായവ സർക്കേ ഊപ്പർ ഉഠായ തലയുടെ മുകളിൽ എടുത്തിട്ട് അവർ നദി പാർക്കി നദി മുറിച്ചു കിടന്നു. നോക്കൂ, അവരെങ്ങനെയാണ് നദി മുറിച്ചു കിടന്നത്? ജീപ്പ് ഓടിച്ചു വരാൻ കഴിയാത്തത് കൊണ്ട് നദിയുടെ ഒരു വശത്ത് ജീപ്പ് നിർത്തിയതിന് ശേഷം, ജീപ്പ് കോ ഇസ്പാർ ഖടാക്കിയ നദിയുടെ ഈ വശത്തായി നിർത്തിയിട്ടതിന് ശേഷം അവരുടെ രജിസ്റ്ററുകളും ഉപകരണങ്ങൾ വഗൈര മുതലായവ തലയുടെ മുകളിൽ എടുത്തുകൊണ്ടാണ് നദി മുറിച്ചു കിടക്കുക. മനസ്സിലായോ? അപ്പോൾ അവർ വളരെ കഷ്ടപ്പെട്ടാണ് ഈ ബാഗ്മനി എന്ന ഗ്രാമത്തിലേക്ക് എത്തിച്ചേരുന്നത്. കമർ തക് പാനി, അരക്കെട്ട് വരെ, കമർ തക് പാനി അരക്കെട്ട് വരെ വെള്ളം. बरसातों में जब नदी नाले उफान पर होते हैं तो कई गांव एक दूसरे से कट जाते हैं. മഴ സമയത്ത് നദീനാലെ നദികളും അരുവികളും ഉഫാൻ പർ ഹോത്തെ ഹേ നിറഞ്ഞൊഴുകാൻ തുടങ്ങുമ്പോൾ, കരകവിഞ്ഞൊഴുകാൻ തുടങ്ങുമ്പോൾ, കൈ ഗാവ് ഒരുപാട് ഗ്രാമങ്ങൾ ഏക് ദൂസരേസെ ഒന്ന് മറ്റൊന്നിൽ നിന്ന് പരസ്പരം കട്ട് ജാത്തെ ഹേ മുറിഞ്ഞു പോകുന്നു. അതായത് ഗ്രാമങ്ങൾക്ക് പരസ്പരമുള്ള ബന്ധം നഷ്ടമാകുന്നു. മഴ സമയത്ത് നദികളൊക്കെ നിറഞ്ഞൊഴുകാൻ തുടങ്ങുമ്പോൾ അപ്പോൾ വെള്ളപ്പൊക്കത്തിൽ ഗ്രാമങ്ങൾക്ക് പരസ്പരം ബന്ധപ്പെടാനുള്ള അവസരം നഷ്ടപ്പെടുന്നു. അതായത് ഗ്രാമങ്ങൾ ഒറ്റപ്പെട്ടു പോകുന്നു, അല്ലേ? എന്തായാലും നമ്മുടെ ഡോക്ടർ രമണി അഡ്കുരിയും അദ്ദേഹത്തിൻ്റെ സംഘവും മണിയാറി നദി മുറിച്ചു കടന്നുകൊണ്ട് എവിടെ എത്തിച്ചേരുന്നു? ബാഗ്മനി ഗ്രാമത്തിലേക്ക് പോകുന്നു. നദി പാർ കർനെ കെ ബാദ് 3 കിലോമീറ്റർ ഓർ ചലനാപ്പട. നദി മുറിച്ചു കടന്നതിന് ശേഷം അവർക്ക് 3 കിലോമീറ്റർ പിന്നെയും നടക്കേണ്ടി വന്നു. ജബ് തക് ഹം ക്ലിനിക് പഹൂഞ്ചെ, നമ്മൾ ക്ലിനിക്കിൽ എത്തിച്ചേർന്നപ്പോൾ പസീനെ ഹോകെ വിയർത്തൊലിക്കാൻ തുടങ്ങി. നോക്ക്, നദി മുറിച്ചു കിടന്ന് 3 കിലോമീറ്റർ പിന്നെയും നടന്ന് അവരെവിടെ എത്തിച്ചേർന്നു? ബാഗ്മനി എന്ന ഗ്രാമത്തിലേക്ക് എത്തിച്ചേർന്നപ്പോഴേക്കും അവരാകെ വിയർത്ത് കുളിച്ചിരുന്നു. മനസ്സിലായോ? അപ്പോൾ നോക്കൂ കുഞ്ഞുങ്ങളെ, ഡോക്ടർ രമണി അഡ്കുരിയും അവരുടെ സംഘാംഗങ്ങളും എത്ര കഷ്ടപ്പെട്ട് എന്തുമാതിരി ബുദ്ധിമുട്ടുകൾ സഹിച്ച് പ്രയാസങ്ങളെ തരണം ചെയ്താണ് ഈ ക്ലിനിക്കിലേക്ക് എത്തിച്ചേരുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കൂ, അല്ലേ? ഛത്തീസ്ഗഡിലെ അജാൻ കമാർ റിസർവ് ഫോറസ്റ്റിലുള്ള ബാഗ്മനി എന്ന ഗ്രാമത്തിൽ ആദിവാസികളെ ചികിത്സിക്കുന്നതിന് വേണ്ടി നടത്തുന്ന ഈ ഒരു ക്ലിനിക്കിലേക്ക് വളരെയധികം കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും തരണം ചെയ്താണ് ഡോക്ടർ രമണി അഡ്കുരിയും അവരുടെ സംഘാംഗങ്ങളും എത്തിച്ചേരുന്നത്. എങ്കിലും എല്ലാ ആഴ്ചയിലും ചൊവ്വാഴ്ച ദിവസം അവർ ഈ ക്ലിനിക്കിൽ കൃത്യമായിട്ടും എത്തിച്ചേരുന്നു, അല്ലേ? ഇവിടെ നമുക്ക് ഒരു ഡോക്ടറിൻ്റെ
സേവന സന്നദ്ധതയും താല്പര്യവും മനസ്സിലാക്കാനായിട്ട് കഴിയും. 11:30 बजे जब हम क्लिनिक पहुंचे तो अच्छी खासी फीड हमारा इंतजार कर रहा था. 11:30 बजे 11:30 മണിക്ക് ഞങ്ങൾ ക്ലിനിക്കിൽ എത്തിച്ചേരുമ്പോൾ അച്ചി ഖാസി ഫീഡ് നല്ലൊരു ജനക്കൂട്ടം ഹമാര ഇന്തസാർ കർ രഹേ ഥേ ഞങ്ങളെ പ്രതീക്ഷിച്ച് അവിടെ നിൽക്കുകയാണ്. മനസ്സിലായോ? 11:30 മണിക്ക് അവർ ക്ലിനിക്കിൽ എത്തിച്ചേരുമ്പോൾ ഇവരെ പ്രതീക്ഷിച്ച് ക്ലിനിക്കിൻ്റെ മുന്നിൽ നല്ലൊരു ജനക്കൂട്ടം തന്നെ ഉണ്ടായിരുന്നു. इंतजार करना प्रतीक्षिക്കുക. यहाँ कई गांवों से लोग आते हैं, अभयारण्य के अंदर और बाहर दोनों जगहों से. कई गांवों से लोग आते हैं, ഒരുപാട് ഗ്രാമങ്ങളിൽ നിന്ന് ആളുകൾ ഇവിടെ ചികിത്സയ്ക്കായി വരും. ബാഗ്മനി ഗ്രാമത്തിൽ നടത്തുന്ന ഈ ക്ലിനിക്കിൽ ഒരുപാട് ഗ്രാമങ്ങളിലെ ആളുകൾ, കൈ ഗാവോസെ ധാരാളം ഗ്രാമങ്ങളിൽ നിന്നുള്ള ആളുകൾ, ലോഗ് ആത്തേ ആളുകൾ വരുന്നു, ചികിത്സയ്ക്കായി വരുന്നു. അഭയാരണ്യക്ക് അന്തർ റിസർവ് ഫോറസ്റ്റിനകത്തുള്ള ഔർ ബാഹർ പുറത്തുള്ള ദോനോ ജഗഹോസെ രണ്ട് സ്ഥലങ്ങളിൽ നിന്നും. മനസ്സിലായോ? ഛത്തീസ്ഗഡിലെ അചാൻ കമാർ എന്ന ഈ റിസർവ് ഫോറസ്റ്റിനകത്ത് നിന്നും പുറത്തു നിന്നും, അതായത് റിസർവ് ഫോറസ്റ്റിനകത്ത് താമസിക്കുന്നവരും ഈ കാടിൻ്റെ പുറത്ത് താമസിക്കുന്ന ആളുകളും ഈ ക്ലിനിക്കിൽ ചികിത്സ തേടി എത്തുന്നു. 5 बजे तक तेज बारिश शुरू हो गई और अभी भी कुछ मरीज देखने बाकी है. आज हमने 70 मरीज देख. अब तक अंधेरा बहुत गहरा है और बारिश भी मूसलधार है. നോക്കൂ, 5 बजे तक तेज बारिश शुरू हो गई. 5 മണി ആയപ്പോഴേക്കും ശക്തമായ മഴ ആരംഭിച്ചു. बारिश മഴ, വർഷ. 5 बजे तक तेज बारिश शुरू हो गई और अभी भी कुछ मरीज देखने बाकी है. ഇനിയും കുറച്ച് മരീസ്, പേഷ്യൻസ്, രോഗികളെ ദേഖിനെ നോക്കാൻ ബാക്കിയുണ്ട്. നോക്കൂ, 5 മണി ആയപ്പോഴേക്കും ശക്തമായ മഴ ആരംഭിച്ചു. രോഗികളെ എല്ലാവരെയും നോക്കി തീർന്നിട്ടുണ്ടോ? ഇല്ല. ഇനിയും കുറച്ച് രോഗികളെ ചികിത്സിക്കാൻ ബാക്കിയുണ്ട്, അല്ലെങ്കിൽ പരിശോധിക്കാൻ ബാക്കിയുണ്ട്. ആജ് ഹംനെ 70 മരീസ് ദേഖെ. ഇന്ന് ഞങ്ങൾ 70 രോഗികളെയാണ് പരിശോധിച്ചത്. 70 മരീസ് ദേഖെ, 70 രോഗികളെ നോക്കി. അബ് തക് അന്ധേര ബഹുത്ത് ഗഹര ഹോ ഗയ. അപ്പോഴേക്കും ഇരുട്ട് വളരെ കട്ടിയുള്ളതായി. അപ്പോഴേക്കും ഇരുട്ടിന് കട്ടി കൂടി, അതായത് വളരെ ഗാഢമായിട്ടുള്ള ഇരുട്ട് വ്യാപിച്ചു. ഔർ ബാരിഷ് വി മൂസൽധാർ ഹേ. അതുപോലെ തന്നെ മഴയും മൂസൽധാറാണ്. മുസൽധാർ മത്ലബ് നിലയ്ക്കാത്തത്. പുള്ളി മുറിയാത്ത മഴ പെയ്യുന്നു, അതായത് നിലയ്ക്കാത്ത മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. വളരെ ഇരുട്ടുമുണ്ട്, വളരെ ഗാഢമായ ഇരുട്ടുമുണ്ട്, മഴയുമുണ്ട്. അപ്പോൾ നോക്കൂ, 5 മണിയായപ്പോഴേക്കും ശക്തമായ മഴ ആരംഭിച്ചു. പക്ഷേ കുറച്ച് രോഗികളെ കൂടെ നോക്കാൻ ബാക്കിയുള്ളത് കൊണ്ട് അവരെയും പരിശോധിച്ചു. അങ്ങനെ മൊത്തം 70 മരീസ്, 70 രോഗികളെ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ശക്തമായ ഇരുട്ടായി, അതുപോലെ നിലയ്ക്കാത്ത മഴയുമുണ്ട്. ഹം അപ്പനി ജീപ് തക് തോ നഹീ പഹൂഞ്ച് പായെങ്കെ, രാത് മേ യഹീ രുക്കനാ പടേഗാ. हम चूल्हे के पास बैठकर गर्म दाल चावल और साग का भोजन करते हैं. हम अपनी जीप तक तो नहीं पहुंच पाएंगे. ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീപ്പിനടുത്ത് വരെ എത്താൻ കഴിയില്ല. ഡോക്ടർ രമണിയും അവരുടെ ടീമും വന്ന ജീപ്പ് എവിടെയാണുള്ളത്? മണിയാറി നദിയുടെ മറുകരയിലാണുള്ളത്. ആ ജീപ്പിൻ്റെ അടുത്ത് വരെ എത്താൻ ഇനി കഴിയില്ല. കാരണം എന്താണ്? ക്യോ വേ ലോഗ് അപ്പനെ ജീപ്പ് തക് ക്യോ നഹീ പഹുഞ്ച് സക്തേ? ക്യോങ്കി അന്ധേരാ ബഹുത്ത് ഗഹരാ ഹോ ഗയാ और बारिश भी मूसलधार है. നിലയ്ക്കാത്ത മഴയും നല്ല ഇരുട്ടുമാണ്. ഈ സമയത്ത് അവർക്ക് ഒരിക്കലും ഈ കാട്ടിലൂടെ അവരുടെ ജീപ്പിനടുത്തേക്ക് എത്തിച്ചേരാൻ കഴിയില്ല. രാത് യഹീ രുക്കനാ പടേഗ. രാത്രിയിൽ ഇവിടെ തന്നെ താമസിക്കേണ്ടി വരും. ഹം ചൂൽഹെ കെ പാസ് ബൈഠക്കർ. ഞങ്ങൾ അടുപ്പിൻ്റെ അടുത്തിരുന്ന്, ചൂൽഹ അടുപ്പ്, ചൂൽഹെ കെ പാസ് ബൈഠക്കർ അടുപ്പിൻ്റെ അടുത്തിരുന്ന്, ഗർമ ദാൽ ചാവൽ ചൂടുള്ള ചോറും, ചാവൽ ചോറും, ദാൽ പരിപ്പും, സാഗ് പച്ചക്കറികളും, ഭോജൻ കർത്തേഹെ കഴിക്കാൻ തുടങ്ങി. നോക്കൂ, രാത്രിയിൽ ഈ അകത്തുള്ള ബാഗ്മനി എന്ന ഗ്രാമത്തിലെ ക്ലിനിക്കിൽ തന്നെയാണ് അവർ കഴിയുന്നത്. കാരണം ഡോക്ടർ രമണിക്കും അവരുടെ ടീമിനും ഇനി മടങ്ങിപ്പോകാനായിട്ട് കഴിയില്ല. അതുകൊണ്ട് അവരവിടെ തന്നെ എന്തൊക്കെ വേവിച്ച് കഴിച്ചു? ചോറും പരിപ്പും പച്ചക്കറികളും ഒക്കെ വേവിച്ച് ചൂടോടെ അവിടെ ഇരുന്ന് കഴിക്കുന്നു.
നമ്മൾ ചിന്തിക്കേണ്ടത് എത്ര നിസ്വാർത്ഥമായിട്ടാണ് ഡോക്ടർ രമണിയും അവരുടെ ടീമും ഈ അഭയാരണ്യത്തിനകത്ത് ഈ ആദിവാസികളെ ചികിത്സിക്കുന്നതിന് വേണ്ടി ഇത്രയും കഷ്ടപ്പാടുകൾ സഹിച്ച് ഇവിടെ എത്തിച്ചേരുന്നത്. അതിനുശേഷം അവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാത്ത ക്ലിനിക്കിൽ ചികിത്സിക്കുന്നു. അല്ല, എല്ലാ രോഗികളെയും നോക്കി തീരുന്നതുവരെ, പരിശോധിച്ച് കഴിയുന്നതുവരെ അവരവരുടെ പ്രവർത്തനം അവിടെ തുടരുന്നു. അതിനുശേഷം നോക്കൂ, അവർക്ക് മടങ്ങിപ്പോകാൻ കഴിയുന്നില്ല. രാത്രി വൈകിപ്പോയിരിക്കുന്നു, നല്ല ഇരുട്ടുണ്ട്, നിലയ്ക്കാത്ത മഴയുണ്ട്. രാത്രി അവർക്ക് തിരിച്ചു പോകാൻ കഴിയാതെ വന്നതോടെ അവർ അവിടെ തന്നെ കഴിയുന്നു. അവിടെ തന്നെ അവർ അടുപ്പ് കൂട്ടി ആഹാരം പാചകം ചെയ്ത് കഴിക്കുന്നു. നമ്മൾ ചിന്തിക്കുക, എത്ര പേർക്ക്, എത്ര ഡോക്ടർമാർക്ക് ഇത്രയും നിസ്വാർത്ഥമായ സേവനം നൽകാനായി കഴിയും? ഇത്രയ്ക്കും ലളിതമായിട്ടുള്ള, നിസ്വാർത്ഥമായ സേവനം എന്നതിലുപരി എത്ര ലളിതമായിട്ടുള്ള ജീവിതമാണ് അവർ നയിക്കുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. അപ്പോഴാണ് അതിൻ്റെ മഹത്വം നമുക്ക് മനസ്സിലാവുക. गर्म भोजन कितना स्वादिष्ट लग रहा है, दिन भर की मेहनत और बरसात की हल्की ठंडक में तो यह और भी स्वादिष्ट हो गया. മനസ്സിലായോ? ഗർമ ഭോജൻ, ചൂടുള്ള ഭക്ഷണം. ഗരം ഭോജൻ, ഗരം ഭോജൻ, ചൂടുള്ള ഭക്ഷണം. കിത്തന സ്വാദിഷ്ട ലഗ് രഹാ ഹെ, എത്ര സ്വാദിഷ്ടമായിട്ട് അനുഭവപ്പെടുന്നു അല്ലേ? എന്താണ് കാരണം? ദിൻ ഭർ കി മെഹനത്, പകൽ മുഴുവനുമുള്ള അധ്വാനം. ബർസാത്ത് കി ഹൽക്കി ഠണ്ടക്, മഴയുടെ നേർത്ത തണുപ്പ്. ഹൽക്കി ഠണ്ടക്, നേർത്ത തണുപ്പ്. തോ യഹ് ഓർ ഭി സ്വാദിഷ്ട ഹോ ഗയാ ഹെ, അങ്ങനെ ഈ ഭക്ഷണം കൂടുതൽ സ്വാദിഷ്ടമായി മാറുന്നു. ഈ ദാൽ ചാവൽ സാഗ് കാ ഗരം ഭോജൻ ഓർ ഭി സ്വാദിഷ്ട ഹോ ഗയാ ഹെ. കൈസേ? അതെങ്ങനെയാണ് കൂടുതൽ സ്വാദിഷ്ടമായി മാറുന്നത്? പകൽ മുഴുവനുമുള്ള അധ്വാനം. ദിൻ ഭർ കി മെഹനത്, വളരെ കഷ്ടപ്പാടുകൾ സഹിച്ച് കിലോമീറ്ററുകളോളം നടന്നാണ് അവർ ഈ ഗ്രാമത്തിലുള്ള ക്ലിനിക്കിൽ എത്തിച്ചേർന്നത്. അവിടെ അവർക്ക് രാത്രി വൈകുന്നത് വരെ രോഗികളെ ചികിത്സിക്കേണ്ടതായി വന്നു. അങ്ങനെ പകൽ മുഴുവനുമുള്ള അധ്വാനം. ബർസാത്ത് കി ഹൽക്കി ഠണ്ടക്, മഴയുടെ നേർത്ത തണുപ്പിൽ ഈ ഭക്ഷണം വളരെ സ്വാദിഷ്ടമായിട്ട് അവർക്ക് അനുഭവപ്പെടുന്നു. അപ്പോൾ അധ്വാനത്തിൻ്റെ സംതൃപ്തിയുടെ ഭക്ഷണമാണ് അവർ കഴിക്കുന്നത്. അതവർ സന്തോഷത്തോടെ കഴിക്കുന്നു. അതുകൊണ്ടാണ് അവർക്കത് കൂടുതൽ രുചികരമായി തോന്നുന്നത് അല്ലേ? മേരാ കാം കാ ഏക് ബഡാ ഹിസ്സ ഇൻ ബേച്ചാരോं की स्थितियों को समझना है. നോക്കൂ, രമണി അഡ്കുരി പറയുകയാണ്, മേരെ കാം കാ ഏക് ബഡാ ഹിസ്സ, എൻ്റെ ജോലിയുടെ ഒരു വലിയ ഭാഗം, അല്ലെങ്കിൽ എൻ്റെ പ്രവർത്തനത്തിൻ്റെ ഒരു വലിയ ഭാഗം, ഇൻ ബേച്ചാരോങ്കി, ഈ പാവപ്പെട്ടവരുടെ, ഈ അഭയാരണ്യത്തിലുള്ള, ഈ കാടുകളിൽ താമസിക്കുന്ന ആദിവാസികളായിട്ടുള്ള ഇൻ ബേച്ചാരോങ്കി, ഈ പാവപ്പെട്ട ആളുകളുടെ സ്ഥിതിയോങ്കോ, അവസ്ഥകളെ സമച്ഛനാഹെ, മനസ്സിലാക്കുന്നതിലാണ്. അപ്പോൾ ഡോക്ടർ രമണി അഡ്കുരി അവരുടെ പ്രവർത്തനത്തിൻ്റെ വലിയൊരു ഭാഗവും ചിലവാക്കുന്നത് ഈ പാവപ്പെട്ട ആളുകളുടെ രോഗാവസ്ഥയെക്കുറിച്ച് മനസ്സിലാക്കുന്നതിനാണ്. കൈ മരീസോങ്കോ ഇഞ്ചക്ഷൻ ബർ ബഡാ വിശ്വാസ് ഹോത്താ ഹെ, ഒരുപാട് രോഗികൾക്ക് ഇഞ്ചക്ഷനിൽ വലിയ വിശ്വാസമാണ്. ഇഞ്ചക്ഷൻ പർ ബഡാ വിശ്വാസ് ഹോത്താ ഹെ, അതായത് ഇഞ്ചക്ഷൻ എടുത്താലേ രോഗം മാറൂ എന്ന വിശ്വാസമാണ് ഈ ക്ലിനിക്കിൽ വരുന്ന ഒരുപാട് രോഗികൾക്കുള്ളത്. ഇത്തനാക്കി, ആ വിശ്വാസം ഇത്രത്തോളമാണ്. അഗർ കേവൽ ഗോലിയാന്തി, ഗുളികകൾ മാത്രം നൽകിയാൽ, ദി ജായന്തോ, നൽകുകയാണെങ്കിൽ, ഉനെ ലഗത്താഹി നഹീം, അവർക്ക് തോന്നുന്നതേ ഇല്ല, കി, എന്തെന്നാൽ, ഉൻകാ ഇലാജ് ഹോ രഹാ ഹേ, അവരെ ചികിത്സിക്കുകയാണെന്ന് അവർക്ക് തോന്നുകയേയില്ല. നോക്കൂ, അവർക്ക് ഗുളികകൾ മാത്രമാണ് കൊടുക്കുന്നതെങ്കിൽ, അഗർ ഉനെ ഗോലിയാഹി ദി ജായന്തോ, അവർക്ക് എന്ത് കൊടുക്കുകയാണെങ്കിൽ, ഗോലിയാഹി, ഗുളികകൾ മാത്രം, ഗോലിയാം ഗുളികകൾ, ടാബ്ലറ്റ്സ് മാത്രമാണ് കൊടുക്കുന്നതെങ്കിൽ, ഉനെ ലഗത്താഹി നഹീം, അവർക്ക് തോന്നുകയേയില്ല അവരുടെ ട്രീറ്റ്മെൻറ്റ് നടക്കുകയാണ്, അവരെ ഇലാജ് കർത്തായെ ചികിത്സിക്കുകയാണെന്ന് അവർക്ക് തോന്നാറില്ല. കാരണം ഉൻകോ കിസ് പർ വിശ്വാസ് ഹെ, ഇഞ്ചക്ഷൻ പർ വിശ്വാസ് ഹെ, ഇഞ്ചക്ഷൻ എടുത്താലേ രോഗം മാറൂ എന്ന വിശ്വാസമാണ് ഇവർക്കുള്ളത്. അപ്പോൾ അവർ എത്രത്തോളം നിരക്ഷരരായിട്ടുള്ള ജനങ്ങളാണെന്ന് കൂടി നമ്മൾ എന്ത് ചെയ്യണം, ഇതിൽ നിന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഇത്രത്തോളം നിരക്ഷരരായ, പിന്നോക്കം നിൽക്കുന്ന ജനങ്ങളെ ചികിത്സിക്കുന്നതിലും അവരുടെ അവസ്ഥ മനസ്സിലാക്കുന്നതിലും സംതൃപ്തി കണ്ടെത്തുന്ന ഒരു ഡോക്ടറാണ് ഡോക്ടർ രമണി അഡ്കുരി. അതുകൊണ്ടാണ് ഈ കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും എല്ലാം സഹിച്ച്, ഈ ബുദ്ധിമുട്ടുകളും എല്ലാം സഹിച്ച് ഇത്രയും ദൂരെ പോയി
അവർക്ക് സന്തോഷത്തോടെ രോഗികളെ ചികിത്സിക്കാൻ കഴിയുന്നത്, സംതൃപ്തിയോടെ ഈ പ്രവർത്തനം തുടരാനും കഴിയുന്നത്. तो उन्हें समझना पड़ता है, അവരെ മനസ്സിലാക്കിക്കേണ്ടി വരും कि ज़्यादातर इंजेक्शन महंगा तो होते ही हैं और गैर जरूरी भी होते हैं. उन्हें समझाना पड़ते हैं, അവരെ മനസ്സിലാക്കിക്കേണ്ടി വരും, അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടി വരും. ज़्यादातर इंजेक्शन, മിക്കവാറും ഇഞ്ചക്ഷനുകളെല്ലാം महंगे तो होते ही हैं, വിലപിടിപ്പുള്ളതാണ്, महंगे हैं. അതുപോലെ തന്നെ ഗൈർ സരൂരി, അത്യാവശ്യമില്ലാത്തതുമാണ്. മനസ്സിലായോ? ഗൈർ സരൂരി എന്ന് പറഞ്ഞാൽ സരൂരി അത്യാവശ്യം, ഗൈർ സരൂരി അത്യാവശ്യമില്ലാത്തതാണ്. അപ്പോൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കിക്കേണ്ടി വരും, അവരെ ബോധ്യപ്പെടുത്തേണ്ടി വരും. മിക്കവാറും ഇഞ്ചക്ഷൻ എല്ലാം നല്ല മഹങ്കേഹയും, വളരെ വിലപിടിപ്പുള്ളതാണ്, കോസ്റ്റ്ലി ആണ്, അതുപോലെ തന്നെ അത് ഗൈർ സരൂരിയാണ്, അതത്ര എസെൻഷ്യൽ അല്ല, അതത്ര അത്യാവശ്യമുള്ളതല്ല എന്നവരെ ബോധ്യപ്പെടുത്തേണ്ടതായിട്ട് വരും. മനസ്സിലാവുമല്ലോ? എന്നിട്ട് ഡോക്ടർ രമണി അഡ്കൂരി ചോദിക്കുകയാണ്, आज के ज़माने में कई लोग सोचेंगे कि एक डॉक्टर का यह सब काम तो नहीं, घने जंगलों के बीच सफ़र करना, पैदल नदी पार कर गरीब लोगों को इलाज करना आदि. നോക്കൂ, ആജ് കെ സമാനമേ, ഇന്നത്തെ കാലഘട്ടത്തിലെ ആളുകൾ, ഇന്നത്തെ നമ്മുടെ ഈ കാലഘട്ടത്തിലെ അല്ലെങ്കിൽ ഈ പുതുയുഗത്തിലെ ആളുകൾ സോച്ചേങ്കെ, ചിന്തിക്കും, എന്നാൽ ഏക്ക് ഡോക്ടർ കാ ഏക് സബ് കാം തോ നഹീം, ഇതൊരു ഡോക്ടറിൻ്റെ ജോലിയല്ല, ഡോക്ടർ കാ കാം തോ നഹീം, ഡോക്ടറിൻ്റെ ജോലിയല്ല. എന്തൊക്കെയാണ്? ജംഗലോങ്കെ ബീച്ച് സഫർ കർന, കാടുകൾക്കിടയിലൂടെ യാത്ര ചെയ്യുക, പൈദൽ നദി പാർക്കർ ഗരീബ് ലോകോങ്ക ഇലാജ് കർന, നദി മുറിച്ചു കടന്നു ചെന്ന് പാവപ്പെട്ട ആളുകളെ ചികിത്സിക്കുക, അതുപോലെ തന്നെ ഇടതൂർന്ന കാടുകൾക്കിടയിലൂടെ നടക്കുക, കൊടുങ്കാടുകളിലൂടെ നടക്കുക. ഇതൊന്നും ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു ഡോക്ടറുടെ ജോലിയല്ല എന്ന് ചിന്തിക്കുന്നവർ നമുക്കിടയിൽ തന്നെ ഉണ്ടാകുമെന്ന് ആര് മനസ്സിലാക്കുന്നു? ഡോക്ടർ രമണി മനസ്സിലാക്കുന്നു. ഏസേ ലോകോങ്കോ ജോ ഫീസ് ഫീ നഹീ ദേ സക്തേ, ഇങ്ങനെയുള്ള ആളുകൾക്ക് ഫീസ് നൽകാൻ കഴിയില്ല. ഇവിടെ ഈ കൊടുങ്കാട്ടിൽ ഗ്രാമങ്ങളിൽ കഴിയുന്ന ആദിവാസികൾക്ക് ചികിത്സയ്ക്കുള്ള ഫീസും നൽകാൻ കഴിയില്ല. ബിനാ ലൈറ്റ് പങ്കെ കെ ബീച്ച് ജംഗൽ മേം एक कच्ची झोंपड़ी में मरीजों को देखना, जमीन पर सोना. നോക്കൂ, ബിനാ ലൈറ്റ് പങ്കെ കെ, ലൈറ്റോ ഫാനോ ഇല്ലാതെ, പങ്കെ ഫാൻ, ജംഗൽ മേം ഏക്ക് കച്ചി ഝോമ്പടി മേ, കാട്ടിലൊരു ചെറിയ കുടിലിൽ, മരീസോം കോ ദേഖന, രോഗികളെ നോക്കുക, ജമീൻ പർ സോന, തറയിൽ കിടന്നുറങ്ങുക. ഇതൊക്കെ ഇന്നത്തെ ഈ തലമുറയിൽപ്പെട്ട ഡോക്ടർമാർക്ക് ചിന്തിക്കാൻ കഴിയുന്ന കാര്യമല്ല എന്നാണ് ഡോക്ടർ രമണി അഡ്കൂരി പറയുന്നത്. ഇന്നത്തെ ഈ തലമുറയിൽ ഒരാൾക്ക് പോലും ചിന്തിക്കാൻ കഴിയില്ല ഇത്രയും കൊടുങ്കാട്ടിനുള്ളിലേക്ക് നടന്നു പോയി രോഗികളെ ചികിത്സിക്കുക, അവർക്ക് ഫീസ് നൽകാനുള്ള കഴിവില്ല. അതുപോലെ തന്നെ ലൈറ്റോ ഫാനോ ഇല്ലാതെ കാടിൻ്റെ മധ്യത്ത് ഒരു ചെറിയ കുടിലിൽ രോഗികളെ നോക്കുക, തറയിൽ കിടന്നുറങ്ങുക. ക്യാ യഹ് സബ് ഏക്ക് പഠാ ലിഖാ ഡോക്ടർ കർ സക്താ, ഇതൊക്കെയാണോ ഒരു എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഡോക്ടർ ചെയ്യുന്ന ജോലി എന്ന് പലർക്കും സംശയം ഉണ്ടാകും. പക്ഷേ ഡോക്ടർ രമണി പറയുന്നത് നോക്കൂ, മുച്ഛ്സേ കൈ ലോഗ് പൂച്ഛത്തെ ഹെ, എന്നോട് ഒരുപാട് ആളുകൾ ചോദിക്കും, ഷഹർ മേ മേരാ ക്ലിനിക് കഹാ ഹെ, നഗരത്തിൽ എൻ്റെ ക്ലിനിക് എവിടെയാണെന്ന്, നഗരത്തിൽ എൻ്റെ ക്ലിനിക് എവിടെയാണെന്ന് എന്നോട് പലരും ചോദിക്കാറുണ്ട്. മേരാ ജവാബ് ഹോത്താ ഹെ, എൻ്റെ ഉത്തരം ഇതാണ്, മേരാ ക്ലിനിക് ഷഹർ മേ നഹി ഹെ, എൻ്റെ ക്ലിനിക് നഗരത്തിലല്ല. പിന്നെ എവിടെയാണ്? യഹി ജംഗൽ കെ ബീച്ച് ഏ സഭി മേരെ ക്ലിനിക് ഹേ, ഇതെല്ലാമാണ് എൻ്റെ ക്ലിനിക്. ഇവിടെ ഈ കാട്ടിൻ്റെ മധ്യത്തിൽ ഇതെല്ലാമാണ് എൻ്റെ ക്ലിനിക്, എനിക്ക് പട്ടണത്തിലെ ക്ലിനിക് ഇല്ല എന്ന് ഞാൻ അവരോട് ഉത്തരം പറയുന്നു. അപ്പോൾ നോക്കൂ, ഡോക്ടർ രമണി അഡ്കൂരി എത്ര സംതൃപ്തിയോടെയും സന്തോഷത്തോടെയുമാണ് ഈ ജോലി ചെയ്യുന്നത്. അവർക്ക് നഗരത്തിൽ വലിയ ക്ലിനിക്ക് തുടങ്ങി, ധാരാളം രോഗികൾ അവിടേക്ക് വരുമ്പോൾ ധാരാളം പണം, ഇഷ്ടം പോലെ പണം സമ്പാദിക്കാൻ കഴിയും. പക്ഷേ അത്തരം സ്വാർത്ഥതയോടെ പ്രവർത്തിക്കുന്നില്ല അവരെന്താണ് ചെയ്യുന്നത്? അവരവരുടെ ജോലിയുടെ മഹത്വത്തെ ഉയർത്തിപ്പിടിക്കുകയാണ് ചെയ്യുന്നത്. കാട്ടിൽ ഒറ്റപ്പെട്ട ഗ്രാമങ്ങളിൽ കഴിയുന്ന ആദിവാസികളുടെയും പിന്നോക്ക വിഭാഗങ്ങളുടെയും ചികിത്സയ്ക്ക് വേണ്ടിയാണ് അവർ ഈ ക്ലിനിക്കുകൾ നടത്തുന്നത്. ഇത്തരം ക്ലിനിക്കുകളിൽ വരുന്ന രോഗികൾക്ക് ഫീസ് കൊടുക്കാനുള്ള വകയൊന്നും ഉണ്ടാവത്തില്ല. വളരെ പരിമിതമായ സൗകര്യങ്ങളിലാണ് അവർക്ക് കഴിയേണ്ടി വരുന്നത്. ബിനാ ലൈറ്റ് പങ്കെ കെ ബീച്ച്
ജംഗൽ മേം കച്ചി ചോമ്പടി മേം മരീസോം കോ ദേഖ്ന. രോഗികളെ പരിശോധിക്കേണ്ടി വരുന്നു. ലൈറ്റോ ഫാനോ ഇല്ലാതെ കാട്ടിൽ ഒരു ചെറിയ കുടിലിലെ രോഗികളെ പരിശോധിക്കേണ്ടി വരുന്നു, തറയിൽ കിടന്ന് ഉറങ്ങേണ്ടി വരുന്നു. ഒരു എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഡോക്ടറാണോ ഇതൊക്കെ ചെയ്യുക എന്ന് പലർക്കും സംശയം ഉണ്ടാവാം. അവരോട് തന്നെ പലരും ചോദിക്കാറുണ്ട് നഗരത്തിലെ ക്ലിനിക്ക് എവിടെയാണെന്ന്. പക്ഷേ എന്താണ് രമണി അഡ്കുരിയുടെ ആൻസർ? അതെ, എൻ്റെ ക്ലിനിക്ക് പട്ടണത്തിലല്ല, ഇവിടെ ഈ കാട്ടിൽ ഇതെല്ലാമാണ് എൻ്റെ ക്ലിനിക്ക് എന്നാണ് അവരുടെ ഉത്തരം. മുझे इसी तरह का डॉक्टर बने रहना है. എനിക്ക് ഈ തരത്തിലുള്ള ഡോക്ടർ ആയിരിക്കാനാണ് ആഗ്രഹം. എനിക്ക് ഈ കാട്ടിൽ ഇങ്ങനെയുള്ള ക്ലിനിക്കിൽ രോഗികളെ ചികിത്സിക്കുന്നതാണ് ഇഷ്ടം. പിന്നോക്ക ഗ്രാമങ്ങളിലെ ആളുകളെ ചികിത്സിക്കുന്ന ഡോക്ടർ ആയിരിക്കാനാണ് ആഗ്രഹം. യഹി കാം മുझे अच्छा लगता है. ഈ ജോലിയാണ് ഞാൻ ഏറ്റവും ഇഷ്ടത്തോടെ ചെയ്യുന്നത്. യഹി കാം മുझे अच्छा लगता है. ഈ ജോലിയാണ് എനിക്കിഷ്ടം, ഞാൻ സംതൃപ്തിയോടെ ഇഷ്ടത്തോടെ ചെയ്യുന്നത് ഈ ജോലിയാണ്. और इसी काम का मुझे रोज़ इंतज़ार रहता है. ഈ ജോലിയാണ് എല്ലാ ദിവസവും ഞാൻ പ്രതീക്ഷിക്കുന്നതും. നോക്കൂ, അവരെത്ര മഹത്വമുള്ള സേവന സന്നദ്ധയായ ഡോക്ടറാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്താണ് ഡോക്ടർ പറയുന്നത്? എനിക്ക് ഈ ജോലിയിലാണ് സംതൃപ്തി. മുझे इसी तरह का डॉक्टर बने रहना है. എനിക്ക് ഈ തരത്തിലുള്ള ഡോക്ടർ ആയിരുന്നാൽ മതി. എനിക്ക് പട്ടണത്തിൽ വലിയ ക്ലിനിക്കിട്ട് ധാരാളം പണം സമ്പാദിക്കുന്ന ഡോക്ടറായി മാറേണ്ട. യഹി കാം മുझे अच्छा लगता है. ഈ ജോലിയാണ് എനിക്കിഷ്ടം. और इसी काम का मुझे रोज इंतजार रहता है. ഈ ജോലിയാണ് എന്നും ഞാൻ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത്. ഈ ജോലി ചെയ്യുന്നതിലാണ് എന്നും എനിക്ക് സന്തോഷവും സംതൃപ്തിയും ലഭിക്കുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ ഡോക്ടർ രമണി അഡ്കൂരി എഴുതിയ ഈ ഡയറിയുടെ ഭാഗം പഠിച്ചു കഴിഞ്ഞു. എല്ലാവർക്കും പാഠഭാഗം നന്നായിട്ട് മനസ്സിലായോ? പാഠഭാഗം മനസ്സിലാക്കുന്നത് നമ്മുടെ പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിന് ഉത്തരങ്ങൾ എഴുതാൻ വേണ്ടിയിട്ടാണ്. ഉത്തരങ്ങൾ എഴുതാൻ നമ്മളെല്ലാവരും പ്രിപ്പയർഡ് ആയിരിക്കണം, നല്ല മാർക്ക് വാങ്ങണം, പരീക്ഷയ്ക്ക് എല്ലാവരും മിടുക്കന്മാരും മിടുക്കികളുമായി മാറണം. പക്ഷേ അതിലുപരി ഒരു നല്ല മനുഷ്യനാകേണ്ടത് എങ്ങനെയാണ്? ഒരു നല്ല ഡോക്ടർ എങ്ങനെയാണ് ജനങ്ങളെ സേവിക്കേണ്ടത്? അവരുടെ കാഴ്ചപ്പാടുകൾ എന്തെല്ലാമായിരിക്കണം? ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ഈ ഒരു ചെറിയ ഡയറി ഭാഗത്ത് നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ സ്വാർത്ഥരായിട്ടുള്ള ആളുകൾ മാത്രമല്ല ഈ ലോകത്തുള്ളത്. നന്മയുടെ വിളനിലങ്ങളായിട്ടുള്ള, നന്മയിലൂടെ മറ്റുള്ളവർക്ക് ജീവിതത്തിൻ്റെ പ്രകാശം പകർന്നു നൽകുന്ന വ്യക്തിത്വങ്ങളും നമുക്ക് ചുറ്റാകെ തന്നെയുണ്ട്. അതിനുദാഹരണം മാത്രമാണ് ഡോക്ടർ രമണി അഡ്കുരി. ഇങ്ങനെയുള്ള നിരവധിയായിട്ടുള്ള ആളുകൾ നമുക്ക് ചുറ്റാകെ ഉണ്ടെന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കുക. ഒരിക്കലും സ്വാർത്ഥതയുടെ ഇരുട്ട് മാത്രമല്ല നമ്മുടെ ലോകത്തുള്ളത്. നമുക്ക് ചുറ്റാകെ ഇത്തരം നന്മയുടെ പ്രകാശങ്ങളുമുണ്ട്. അത്തരം നന്മയാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ആ നന്മയുടെ പ്രകാശമാണ് നമ്മളെ നയിക്കേണ്ടത്. നമ്മളും അത്തരം ജീവിതങ്ങളെയാണ് നമ്മുടെ ജീവിതത്തിലെ മാതൃകകളാക്കി മാറ്റേണ്ടത്. കുട്ടികളെ, ഈ പാഠഭാഗം എല്ലാവർക്കും നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ മറ്റൊരു പാഠഭാഗവുമായിട്ട് നമുക്ക് വീണ്ടും കാണണം. അതിനു മുമ്പ് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആരും മറക്കല്ലേ. എല്ലാവരും അവരവരുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായിട്ട് എഴുതണം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം. ബൈ ബൈ.